അസ്സലാമലൈക്കും എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഒരു 4.5 ലിറ്റർ പാല് യൂസ് ചെയ്തിട്ട് 750 ഗ്രാം സേമിയം യൂസ് ചെയ്തിട്ട് ഒരു 25-30 പേർക്ക് ഉണ്ടാക്കാവുന്ന ഒരു പായസം റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് 1.5 കപ്പ് പഞ്ചസാര ഉരുളിയിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാനിവിടെ ഇളക്കി. അത് നന്നായിട്ട് ഡിസോൾവ് ആയി ഒരു കാരമലൈസ്ഡ് കളറായാൽ വേഗം കരിയാൻ ശ്രമിക്കരുത് കേട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ സിമ്മിലിടണേ. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. ഒരു 4 ലിറ്റർ പാല് ചേർത്ത് കൊടുത്തു. പാല് അത്യാവശ്യമായിട്ട് വേഗം ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള പാല് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തുട്ടോ. ഒരാളും ഇങ്ങനെ ചെയ്യരുതേ. ഈ കാരമലൈസ് ചെയ്ത ഷുഗർ ഒന്ന് സോളിഡിഫൈ ചെയ്യും ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. പക്ഷേ പാലൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ താനേ അലിഞ്ഞ് പാലിനോട് ചേർന്ന് പോകും. ഈ സമയമാണ് നമുക്ക് വറുത്ത് വെച്ച സേമീൻ ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ആൾറെഡി വറുത്ത സേമീനാണ് വാങ്ങിച്ചു വെച്ചിരുന്നത്. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അളവ് നോക്കിയിട്ട് ഞാനൊരു 750 ഗ്രാമോളം ചേർത്തു. പക്ഷെ പിന്നീടാണ് തോന്നിയത് അത്ര വേണ്ടിയിരുന്നില്ല, കാരണം തിളച്ച് കഴിഞ്ഞപ്പോൾ നല്ലോണം തിക്കനായി. അതുകൊണ്ടാണ് 4.5 ലിറ്റർ എന്ന് പറഞ്ഞത്. കാരണം ലാസ്റ്റ് ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അടി കട്ടിയുള്ള പാത്രം എടുക്കുക, അതുപോലെ സിമ്മിലാക്കിയിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ല കട്ടിയായി പോയില്ലേ. എന്നാൽ ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്തു, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. മധുരത്തിൻ്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ എമൗണ്ട് ഒന്നും കൂടി കൂടുതൽ ചേർക്കാൻ വേണമെങ്കിൽ ഞാൻ ഇത്ര ചേർത്തുള്ളൂ. അതുപോലെ ഏലക്കായപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ വല്ലാണ്ട് തിക്കനായി. ഈ സമയം ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തു. ഒരു ഫുൾ ബോട്ടിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒഴിക്കുന്നുണ്ട്. മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി മധുരം, ഒരു 1/2 കപ്പ് പഞ്ചസാര പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയുടെ അളവ് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഭയങ്കര ടൈറ്റായി പായസം വന്നതുകൊണ്ട് ഒരു 1/2 ലിറ്റർ പാലും കൂടി തിളപ്പിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത കൺസിസ്റ്റൻസി ആയില്ലേ. ഇത് ഞാൻ മാറ്റി വെച്ചു. മറ്റൊരു കുഞ്ഞു പാൻ എടുത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. നിങ്ങൾ ആവശ്യത്തിന് കശുവണ്ടിയും, അതുപോലെ കശുവണ്ടിയൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഉണക്കമുന്തിരിയൊക്കെ നല്ല ബോൾ ഷേപ്പിൽ വന്നാൽ നമുക്ക് ഈ മാറ്റി വെച്ചിട്ടുള്ള പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിലും തന്നെ ഈ പായസം നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കാരമലൈസ് ചെയ്തിട്ട് നിങ്ങൾ പായസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.